പിന്നെ സയൻസ് ട്യൂഷൻ 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ സയൻസ് ട്യൂഷൻ ഉണ്ട്. ഇപ്പോൾ 10th CBSE എക്സാം ഒക്കെ ബോർഡ് എക്സാം വരാൻ പോവാണല്ലോ. അപ്പോൾ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന റിവിഷൻ പാക്കേജ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സയൻസിൻ്റെ ചെയ്യുന്ന പാക്കേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഇപ്പം തന്നെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ഇതിൻ്റെ കൺഫ്യൂഷൻ മാറാൻ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഓരോരുത്തരെ മാത്രം സെപ്പറേറ്റ് പരിചയപ്പെട്ടിട്ട് അത് നല്ലപോലെ പരിചയമായിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്ന ആരെയെന്നറിയോ? LOOSE. ഇത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ഇത് ലൂസ്. അതിപ്പോൾ എന്താ അറിയേണ്ട ആവശ്യമുണ്ടോ? എഴുതി വെച്ചിട്ടില്ലേ എന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് തോന്നും, സ്വാഭാവികം. കണ്ടാൽ തന്നെ നമ്മൾ ലൂസ് എന്ന് വായിക്കും. അത് ഞാൻ ഇപ്പം ഇത് കേട്ടിട്ട് പറഞ്ഞത് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുത്ത വേർഡ് എടുക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പം എന്തായാലും ഇതിൻ്റെ ക്ലിയർ ആയിട്ട് പറയാം. ലൂസ്. ലൂസ് ഇതിൻ്റെ അർത്ഥം ടു സെറ്റ് ഫ്രീ, റിലീസ്, അൺടൈ എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് വിടുക, അയച്ചു വിടുക, കെട്ടഴിക്കുക. ഇതാണ് ലൂസ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? ഇപ്പം കാടിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന വീട്ടുകാരൊക്കെ ആണെങ്കിൽ അവർ പശുക്കളെയും ഒക്കെ മേയാനായിട്ട് കാട്ടിലേക്ക് വിടും. കാനനച്ചോലയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് ചോദിച്ചില്ലേ? അതേപോലെ. അപ്പോൾ കാനനച്ചോലയിലേക്ക് മൃഗങ്ങളെ അവർ അഴിച്ചുവിട്ടു, അല്ലെങ്കിൽ അഴിച്ചുവിടാറുണ്ട് എന്നെങ്ങനെ പറയും? വിട്ടു എന്നല്ല കേട്ടോ, അഴിച്ചുവിടാറുണ്ട്. വിട്ടു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ അത് വേണ്ട, അഴിച്ചു വിടാറുണ്ട്. They lose the animals into the forest. കാട്ടിലേക്ക് അവർ ആനിമൽസിനെ അഴിച്ചു വിടാറുണ്ട്. അപ്പൊ ആനിമൽസ് കാട്ടിലേക്ക് പോണതും ഈ പാട്ടും ആലോചിച്ചിട്ട് ലൂസിനെ അവിടെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ഒരു വേർഡിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വേർഡ് ഓർക്കാൻ നമ്മൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ സിറ്റുവേഷനകത്ത് ഈ ലൂസ് എന്ന് പറഞ്ഞ ഒരു ആനിമൽ കാട്ടിലേക്ക് പോകുന്നത് പോലെ നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ലൂസ് എന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചിങ്ങനെ വിടുക എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാവും. സെറ്റ് ഫ്രീ. ഓക്കെ.